ശൈത്താൻ കൂടി കഴിഞ്ഞ എന്തേ നമ്മുടെ വീട് അള്ളാഹു നമുക്ക് എന്തിനാ വീട് തന്നിരിക്കുന്നത്? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സകന. വീടെന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന ഒരു ഇടവാ. നമ്മുടെ വീട്ടിൽ സമാധാനമില്ല. എത്ര വലിയ തിരക്കുള്ള ഒരു മനുഷ്യനാണെങ്കിലും അവൻ ചിന്തിക്കുന്ന എന്തേ, ഞാൻ ശനിയാഴ്ച വയതിനിറങ്ങി വ്യാഴാഴ്ചയാകും എനിക്ക് മനസ്സിൽ ചിന്തയുണ്ട്, വീട്ടിൽ പോയാൽ സമാധാനം കിട്ടുമല്ലോ. വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും. പക്ഷെ നമ്മുടെ വീടിന്റെ അകത്ത് പോയി ഇന്ന് സമാധാനമില്ല. ആവശ്യത്തിന് പൈസയുണ്ട്, 2 നില കൊട്ടാരമുണ്ട്, കളറുന്ന കത്തുന്ന ലൈറ്റുകളുണ്ട്, നല്ല ഗാർഡൻ ഉണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, സുഖിക്കാൻ ഭാര്യയുണ്ട്, കളിക്കാൻ മക്കളുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് നമുക്കാർക്കും സമാധാനം ഇല്ല. എങ്കിൽ അള്ളാഹു പറഞ്ഞത് വീട്ടിൽ സമാധാനം ഉണ്ടെന്നാണ്. അള്ളാഹു പറഞ്ഞത് വീടിന്റെ അകത്ത് സമാധാനം ഉണ്ടാകുമെന്ന. പക്ഷെ നമ്മുടെ വീടിന്റെ അകത്ത് സമാധാനമില്ല. അതിന് കാരണം നമ്മുടെ വീടിന്റെ അകത്ത് താമസിക്കുന്നത് മലക്കുകളല്ല, ശൈത്താന്മാരാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അകത്ത് ശൈത്താനും അവന്റെ മക്കളും താമസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീടിന്റെ അകത്ത് നമുക്ക് സമാധാനം കിട്ടാത്തത്. എന്നാൽ പണ്ടുള്ള വീടുകൾ ചെറിയ ഒരു കൂരയാണെങ്കിലും അവിടെ സന്തോഷവും സമാധാനം ഉണ്ട്. കാരണം എന്തേ? അവിടെ മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നു താമസിക്കാൻ. മനുഷ്യന്മാരുടെ കൂടെ താമസിക്കാൻ മലക്കുകൾ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വീട് പണ്ടാകെ ഉള്ളത് പടച്ചോനെ അന്നൊക്കെ ഉണ്ടോ? ഒരു മാണിയർ വീട് കാണാനുണ്ടോ? ഒരു ഓലശെട്ട്. ഇന്ന് പടച്ചോനെ ചിന്തിക്കുക, എത്ര അടുക്കള? 3 അടുക്കള. അന്നാകെ ഉള്ളത് ഒരു ഹാള്, ഒരു അടുക്കളയും. എന്തോ ഒത്തൊരുമ, എല്ലാം കൂടെ നിരന്നങ്ങിട്ട് കിടക്കും. ആർക്കും കട്ടിലില്ല, പായില്ല, വല്ലതും കിട്ടിയാ കിട്ടി, എല്ലാം നിരന്ന് കിടക്കുമായിരുന്നു. ആ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും. കാരണം നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നീയും പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളും നിന്റെ വീടിന്റെ അകത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടിയത് കൊണ്ട് തികഞ്ഞത്. ഇന്ന് എത്ര കിട്ടിയിട്ടും തികയുന്നില്ല. ശത്രുക്കള് കൂടപ്പുറപ്പുകളാ, നാട്ടുകാർ ല്ല, കുടുംബക്കാര് പോലും പരസ്പരം തമ്മിലടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കണ്ടാ സലാം പറയുന്നില്ല. ഇതിന്റെയൊക്കെ കാരണം നമ്മുടെ വീടിന്റെ അകത്ത് ശൈത്താന്റെ ശൈത്താനും അവന്റെ മക്കളുടെയും സാന്നിധ്യമുള്ളത് കൊണ്ടാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനിനെയും അവന്റെ മക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയ നീ ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഈ ആയത്ത് ഓതണം. ഈ ആയത്ത് ഓതിയിട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് മുകളിൽ നോക്കണം. ശൈത്താൻ വീടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് മക്കളോട് പറയാ, മക്കളെ ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇവിടെ നല്ല ആൾക്കാർ താമസിക്കാൻ തുടങ്ങി, വേറെ വീട് നോക്കിക്കൊള്ളാൻ ശൈത്താൻ തന്റെ മക്കളോട് പറയുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ ഒരു ആയത്ത് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരട്ടെ, ഓതുവോ? വീട്ടിൽ പോയല്ല ഓതണ്ടേ, ആദ്യം ഇവിടെ ഇരുന്ന് ഓതി നിന്റെ തലയിൽ കൂടിയിരിക്കണ ശൈത്താൻ ആദ്യം ഇറക്കി നിർത്ത്. വീട്ടിൽ പോയി ഓതുന്നതൊക്കെ പിന്നെ ആദ്യം ഇവിടെ ഇരുന്ന് ഓതിയിട്ട് നിന്റെ ശരീരത്ത്, എന്റെ ശരീരത്ത് കൂടിയേക്കണം, നിങ്ങളുടെ ശരീരത്ത് കൂടിയേക്കണം, ഈ ശൈത്താൻ ഇറക്കി വിടണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരാം, ഓതാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ശൈത്താൻ വന്നിട്ട് പറയും, അല്ലാഹു ഉസ്താദ് മോനെടാ. ചിലർക്ക് കൈവങ്ങത്തില്ല. കാരണം എന്തെന്നറിയോ? ശൈത്താൻ അവന്റെ കൂടെ പുറപ്പ. എങ്ങനെ അവനെ ഇറക്കി വിടുന്ന എങ്ങനെ ഉസ്താദ്? എന്നെ ഉമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ എത്രയ്ക്കും ബന്ധവാ. അല്ലാഹു അഅലം. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞു തരട്ടെ, ഓതുവോ? ഉറക്കൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഉറക്ക പറ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഈ ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് ഭാഗ്യം കൊടുക്കണം പടച്ചവൻ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, പോരാ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ആയത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 11:30 വരെ ഇവിടെ ഇരിക്കണം. നീ വിചാരിച്ചോ ഓസിനങ്ങ് കിട്ടുമെന്ന്? ആ ആയത്ത് ഏതാന്ന് വേണമെങ്കിൽ 11:30 വരെ ഇരിക്കും. ആയത്തും വേണ്ട, ഒന്നും വേണ്ട, അതാ വഴി. അൽഹംദുലില്ലാ, നിന്നെ പിടിച്ചു നിർത്തൂല, ധൈര്യമായിട്ട് ഇറങ്ങിപ്പോക്കോ, ഒരു കുഴപ്പമില്ല. അള്ളാഹു അവസാനം വരെ ഇരിക്കുന്നവർ, അള്ളാഹു നീ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സയ്യിദ് ബിൻ സന്ദ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾക്ക് 60 വയസ്സ് പൂർത്തിയായി. അങ്ങനെ കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ബർത്ത്ഡേ ആഘോഷിക്കാനല്ല, ഇനി അങ്ങനെ കാണരുത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഒരുമിച്ച് കൂടി, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്.
ആ സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീടിന്റെ അകത്തിരുന്നിട്ട് കരയാൻ തുടങ്ങി. എല്ലാവരും വീടിന്റെ അകത്ത് ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മഹാനവറുകൾ വീടിന്റെ അകത്തിരുന്നു വല്ലാത്ത കരച്ചല. കരയുന്നത് കണ്ടപ്പോ തന്റെ കുടുംബക്കാര് മക്കളൊക്കെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്തേ ഉപ്പ നിങ്ങൾ കരയണേ? അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? 60 കൊല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്ദി രേഖപ്പെടുത്താൻ ആയുസ് തന്നല്ലോ. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു നിങ്ങളുടെ ആയുസ് തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇരുന്ന് സന്തോഷിക്കേണ്ടതിന് പകരം കരയുന്നത് എന്ന് മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാരെല്ലാവരും ചോദിച്ചപ്പോൾ മഹാനവറുകൾ തിരിച്ചു പറഞ്ഞു കൊടുത്തതൊരു മറുപടിയാണ്. മഹാനവറുകൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി, അവിടെ നിന്ന് പറഞ്ഞു, മക്കളെ, ഞാൻ 60 വർഷം ജീവിച്ചു. ഏകദേശം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 21,600 ദിവസം ഞാൻ താമസിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു പാപമാണ് ചെയ്തതെങ്കിൽ പോലും, ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഒരു പാപമാണ് ഞാൻ ചെയ്തതെങ്കിൽ പോലും 21,600 പാപങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ അള്ളാഹു ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് ഞാൻ പറയുന്നത്? അത് ഓർത്തിട്ടാണ് ഞാൻ ഇതിനകത്തിരുന്ന് കരയുന്നതെന്ന് മഹാനായ സയ്യിദ് ഇബ്നു സന്ദർ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പ്രായപൂർത്തിയായത് മുതൽ ഇന്നത്തെ ഈ ദിവസം വരെ പടച്ചവനെ 20, 25, 30, 35, 40, 45, 50, 55, 60, 65 അല്ലാഹുവേ, ഒരുപാട് കൊല്ലങ്ങൾ കൊണ്ട് ഈ ദുനിയാവിൽ കഴിഞ്ഞു പോകുന്നവരാണ് ഞാനും നിങ്ങളും. ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക പോലുമില്ല. ഓരോ ദിവസവും ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ എത്രയോ കഠിനമാണ്. എത്രയോ പാപങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് മാത്രം എടുത്തു നോക്കൂ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് എങ്കിലേ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ കുറിച്ച് അല്ലാഹുവേ, ഇതിനെ കുറിച്ചെല്ലാം അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇതിനെ കുറിച്ചെല്ലാം അല്ലാഹു നമ്മളോട് ചോദിക്കുമല്ലോ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ അതാ കബർ വെട്ടി പൊളിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് അല്ലാഹുവേ ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. മലക്കുകൾ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, ആയിഷ, ആ ദിവസം ആണും പെണ്ണും ഔറത്ത് മറയ്ക്കാതെ എല്ലാവരും നഗ്നരായിട്ടാണ് നടന്നു പോകുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരത്തിൽ വസ്ത്രം ധരിക്കാതെ നടന്നു പോകുമ്പോൾ അവര് പരസ്പരം ഔറത്ത് കാണില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അന്നൊരു മനുഷ്യനും തന്റെ തലവൊന്ന് ഉയർത്തിയിട്ട് നോക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഭയാനകമായ ദിവസമാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് ചൂടിനെ കുറിച്ച് അല്ലാഹുവേ, എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് സഹിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിലോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ ചെമ്മിന്റെ തറയിൽ ഞാനും നിങ്ങളും ചെരുപ്പെടാതെ വസ്ത്രമിടാതെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ ഒരു ചാണ് മുകളില് കത്തിജ്വലിക്കുന്ന സൂര്യനതാ തലയുടെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. അല്ലാഹുവേ, അന്ന് തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ.
സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മോള അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള പടച്ചവനെ വായിലൂടെ പതയും നിറയും ഒലിപ്പിച്ചുകൊണ്ട് അതാ പടച്ചവനെ നമ്മുടെ തലച്ചോറ് തിളച്ചിട്ടിങ്ങനെ ഉരിച്ചിറങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടല്ലോ അല്ലാഹുവേ. ആ ദിവസം അല്ലാഹുവിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യമുണ്ടല്ലോ. അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അല്ലാഹു നമുക്ക് തന്ന ആയുസിനെ കുറിച്ചാ. എന്റെ പ്രിയമുള്ളവരെ, അതൊരു മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാതെ കഴിയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ മനുഷ്യ എന്ത് മറുപടിയാ നിന്റെ കയ്യിലുള്ളത്? എന്ത് മറുപടിയാണ് നിന്റെ കയ്യിലുള്ളത്? ഈ വിചാരണ ഒരു ദിവസം നിന്റെ മുന്നിലേക്ക് കടന്നു വരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, പരിശുദ്ധമായ റജബിന്റെ 27 നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹുവേ ഇന്ന് അതായി സദസ്സിലിരിക്കുന്ന ദുനിയാവിലെ സ്വർഗത്തിലിരിക്കുന്നവരോട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ മുത്തുനബി പറഞ്ഞില്ലേ, ഹസിബൂ ഖബല അൻ തുഹാസബൂ. ഒന്ന് സ്വന്തമായിട്ടൊന്ന് വിചാരണ ചെയ്തുകൂടെ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് സ്വന്തമായിട്ട് നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും അല്ലാഹുവേ അതിനെക്കുറിച്ച് നിനക്കൊന്ന് ചിന്തിക്കാൻ, നിനക്കൊന്ന് വിചാരണ ചെയ്യാൻ കഴിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ ജനാസ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതച്ച അടയാളം കാണുകയാണ്. ശരീരത്തെ മുഴുവനും ചാട്ടവാറ് കൊണ്ട് തല്ലിയ പാടുകൾ കാണുകയാണ്. അവസാനം അവിടുന്ന് ജനാസ കുളിപ്പിച്ചു. ഖബറടക്കം കഴിഞ്ഞിട്ട് സഹാബികൾ ഉമർ തങ്ങളുടെ കുടുംബത്തിൽ ചെന്നിട്ട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? രാത്രിയായി കഴിഞ്ഞാൽ ചാട്ടവാറെടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് റൂമിന്റെ അകത്ത് കയറിയിട്ട് അവിടുന്ന് സ്വന്തമായിട്ട് വിചാരണ ചെയ്യുകയാണ്. അല്ലാഹുവേ നീ ഇന്നങ്ങനെ ചെയ്തല്ലോ, അല്ലാഹുവിനെ എതിര് പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചാട്ടവാറ് കൊണ്ട് തന്റെ ശരീരത്തെ തല്ലുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഈ പുണ്യമായ റജബിന്റെ അവസാനം ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നമുക്കൊന്ന് വിചാരണ ചെയ്യാ. കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമയങ്ങളിൽ ഇന്ന് വരെ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഒന്ന് ആലോചിക്കാം. എന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ട് പിരിയാ. എന്റെ പ്രിയമുള്ളവരെ, കണക്കെടുക്കാനൊന്നുമില്ല. പടച്ചവനെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുമല്ലോ, ഒരുപാട് പാപങ്ങൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തവരാ. ഈ പ്രായത്തിന്റെ ഇടയിൽ ചെയ്യാ പാടില്ലാത്ത എത്രയോ പാപങ്ങള്. കള്ളു കുടിച്ചവരുണ്ടല്ലോ, വ്യഭിചരിച്ചവരുണ്ടല്ലോ, പലിശ തിന്നവരുണ്ടല്ലോ, അല്ലാഹുവേ ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണുണ്ടല്ലോ, ഭാര്യ വഞ്ചിച്ച ഭർത്താവുണ്ടല്ലോ, മാതാപിതാക്കളെ വഞ്ചിച്ചവരുണ്ടല്ലോ. ജീവിതത്തിൽ പടച്ചവനെ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നവരാ. പലരും ചോദിക്കുന്ന ഉസ്താദേ, പാപങ്ങൾ ഒരുപാട് ജീവിതത്തിൽ ചെയ്തു പോയി, എവിടെ കൊണ്ടാണ് കഴുകിക്കളയുന്നത്? ഈ പാപങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ട് കഴുകിക്കളയാനാ? അതിനുള്ള മറുപടി അല്ലാഹു പറയുന്നുണ്ട് മനുഷ്യ. അതിനുള്ള മറുപടി അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങള്, 6666 ആയത്തുകള്. ഈ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരുപാട് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ ഒരു ചരിത്രം പറയുന്ന പുസ്തകമല്ല. പിന്നെ എന്തിനാണ് അല്ലാഹു ഈ ചരിത്രം പറഞ്ഞു തന്നതെന്നറിയുമോ? ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, എന്തേ നീ ചിന്തിക്കാത്തത്? എന്തേ മനുഷ്യ നീ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട്. ഏതോ പ്രവാചകനാ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം.
യൂനുസ് നബിയുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. യൂനുസ് നബി അലൈഹിസ്സലാം പ്രബോധനവുമായി ഒരു നാട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിനെ കുറിച്ച്, പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. അവസാനം യൂനുസ് നബിക്ക് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഇവരെ നീ നശിപ്പിച്ച് കളയണേ അല്ലാഹ്. യൂനുസ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അവസാനം അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ യൂനുസ് നബി ആ നാട് വിട്ടു പോവുകയാണ്. സത്യത്തിൽ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ, പടച്ച റബ്ബിന്റെ അനുമതിയില്ലാതെ നാട് വിട്ടിട്ട് പോകാൻ പാടില്ല. യൂനുസ് നബി അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോ പടച്ച റബ്ബിന്റെ അനുവാദമില്ലാതെ നാട് വിടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചരിത്രമറിയാം. യൂനുസ് നബി അതാ കപ്പലിൽ കയറി യാത്ര തുടങ്ങുകയാണ്. അതാ നടുകടലിലെത്തിയപ്പോ കപ്പല് തകരാൻ പോവുകയാണ്. ആ സമയത്തൊരു മനുഷ്യൻ പറഞ്ഞു, ഇതിനകത്ത് ദൈവത്തിന്റെ കോപമുള്ള ആരോ ഒരു മനുഷ്യനുണ്ട്, അവനെ കണ്ടുപിടിച്ച് കടലിലെറിയാതെ രക്ഷയില്ലെന്ന് അവസാനം അവിടെ നിന്ന് പറയുമ്പോ അവസാനം അവര് ഞറുക്കിടുകയാണ്. യൂനുസ് നബിയുടെ പേര് കെട്ടുകയാണ്. അവസാനം യൂനുസ് നബി അലൈഹിസ്സലാമിനെ നടുകടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, അതാ യൂനുസ് നബിയെ കടലിലേക്ക് വലിച്ചെറിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു മത്സ്യം വന്നിട്ട് യൂനുസ് നബിയെ വിഴുങ്ങുകയാണ്. അവസാനം യൂനുസ് നബി അലൈഹിസ്സലാം കടലിന്റെ അടിത്തട്ടിൽ ഒരു മീനിന്റെ വയറിന്റെ അകത്ത് കടന്നിട്ട് യൂനുസ് നബി അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പടച്ച റബ്ബേ, ആ കടലിന്റെ അടിത്തട്ടിൽ മീനിന്റെ വയറിന്റെ അകത്ത് കടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനാദാ ഫിദ്ദുലുമാത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. മത്സ്യത്തിന്റെ വയറിന്റെ അകത്ത് കിടന്നിട്ട് യൂനുസ് നബി അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയാണ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ആ കടലിൽ മീനിന്റെ വയറിന്റെ അകത്ത് കിടന്നിട്ട് യൂനുസ് നബി അല്ലാഹുവോട് പശ്ചാത്തപിക്കുകയാ. അല്ലാഹുവിനോട് അവിടുന്ന് പശ്ചാത്തപിക്കുകയാ. ആ മീനിന്റെ വയറിന്റെ അകത്ത് കിടന്ന് ദുആ ചെയ്തപ്പോ ഫസ്തജ്ബിനാ ലഹു വനജയ്നാ മിനൽ ഗമ്മി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ മാസങ്ങൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മീനുണ്ടല്ലോ കരയിലേക്ക് കൊണ്ടുവന്ന് തിരിച്ച് ജീവനോടെ കൊടുത്തു എന്ന് ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല അല്ലാഹു ഈ ചരിത്രം എന്തിനാ പറഞ്ഞു തന്നതെന്നറിയുമോ? വെറുതെ പറഞ്ഞതല്ല. മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, സ്വഹാബാ, യൂനുസ് നബി മീനിന്റെ വയറിന്റെ അകത്ത് കിടന്നിട്ട് ഈ ദിക്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്തിനാ ഈ ചരിത്രം ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? യൂനുസ് നബിയുടെ ഭാഗത്ത് നിന്നൊരു പിഴവ് സംഭവിച്ചപ്പോ യൂനുസ് നബി അല്ലാഹുവോട് ഏറ്റുപറഞ്ഞപ്പോ അല്ലാഹു തൗബ സ്വീകരിച്ചെന്ന് ഖുർആൻ പറയുമ്പോ, ഇത് യൂനുസ് നബിയുടെ പ്രത്യേകത മാത്രമല്ല, ഈ ദുനിയാവിൽ കടന്നു വരുന്ന അവസാനത്തെ മനുഷ്യനുണ്ടല്ലോ, അവനും തന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയാൽ, തന്റെ ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിച്ചാൽ, പടച്ച റബ്ബിന്റെ മുന്നിൽ ആര് ഏറ്റു പറഞ്ഞാൽ, അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്താ അല്ലാഹു ആ തൗബ സ്വീകരിക്കുമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയാ, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ യൂനുസ് നബിയുടെ ചരിത്രം പറയുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, കള്ളു കുടിച്ചോടാ, വ്യഭിചരിച്ചോ, പലിശ തിന്നോ, നിസ്കരിക്കാതെ നടന്നോ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നോ, മോനെ
എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ എന്തിനാടാ പേടിക്കുന്നത്? എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? കുല്യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. മോനെ, അല്ലാഹ് പറയുകയാ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എന്നോടൊന്ന് ഏറ്റു പറയടാ. ഞാൻ ആരെന്നറിയുമോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ. മരിച്ച പെണ്ണിന്റെ മയ്യത്തിന് കബറിന്റെ അകത്തിട്ട് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവരാ. ഒരുപാട് കള്ളുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തവരാ. സ്വന്തം മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവരാ. ഞാൻ ഗഫൂറാടാ, ഞാൻ റഹീമാടാ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കടലിന്റെ തിരമാലകളോളം പാപം ചെയ്തവനാണെങ്കിലും എന്നോടൊന്ന് ഏറ്റു പറയടാ, ഞാൻ പുറത്തു തരാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ഒരു അവസരമാ. ഇന്ന് പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു ചാൻസാണ്. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കോ. നന്നാകണമെങ്കിൽ, തൗബ ചെയ്യണമെങ്കിൽ ഇന്ന് നീ തൗബ ചെയ്തോ. ഈ സദസ്സിലിരുന്നിട്ട് ചെയ്തു പോയ പാപം മുഴുവനും ഈ റജബിന്റെ 27ന്റെ നോമ്പ് പിടിച്ച നീ ഈ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ മാസമായ ഈ റജബ് മാസം ഇവിടെ വെച്ച് തന്നെ നീ കഴുകി ശുദ്ധമാക്കിക്കോ. നാളെ നന്നാകാമെന്നിരിക്കണ്ട. ഇത് റബ്ബ് തരുന്ന ഒരു അവസരമാ. പെണ്ണെ, നീ ഒരിക്കലും പറയരുത് അല്ലാഹു എനിക്ക് അവസരം തന്നില്ലെന്ന്. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്ത് കൂട്ടിയത് മുഴുവനും ഒരുപാട് പാപം ചെയ്തിട്ടും ആരും അറിയാത്തത് നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല. കാമുകനെ വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട് വ്യഭിചരിച്ചത് ഭർത്താവും നാട്ടുകാരും കുടുംബക്കാരും പിടിക്കാത്തത് നിന്റെ ബുദ്ധി കൊണ്ടാണെന്ന് നീ കരുതരുത്. മോനെ, ഏത് വൃത്തികേടുകൾ ചെയ്താലും ആരും അറിയുന്നില്ല എന്ന് കരുതിയിട്ട് നീ നെഞ്ച് വിരിച്ചിട്ട് നടക്കണ്ടടാ. അല്ലാഹ് പൊട്ടനല്ല. അല്ലാഹു പടച്ചവനെ എല്ലാം കാണുന്നുണ്ടടാ. നിന്നെ നാണം കെടുത്തണ്ട. നിന്റെ വാപ്പാന നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തണ്ട. നിനക്കൊരു ഭാര്യയും മക്കളും ഉണ്ടല്ലോ, അവരെ ഓർത്തിട്ട് പടച്ച റബ്ബ് നിന്നോട് കരുണ കാണിക്കുന്നതാ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല. പല നാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഒരു മടിയുമില്ലാതെ ഒരു നാണമില്ലാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഓരോന്നായിട്ട് പറഞ്ഞു. എങ്ങനെ പറയണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ. നഫ്സന്ന ഉന്തി തള്ളി വിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അതുകൊണ്ട് ആട്ടരുതിലാഹ് എന്നെ. അല്ലാഹുവേ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ദുനിയാവിലില്ല. പടച്ചവരെ, ഏറ്റവും വലിയ കരുണ നീയാണ് തമ്പുരാന്. നീയാണ് ഗഫൂറ്, നീയാണ് റഹീമ്. അല്ലാ, നീ ഞങ്ങളുടെ പടച്ച റബ്ബാണല്ലോ, നീ ഞങ്ങളുടെ രക്ഷിതാവാണല്ലോ. നിന്നെക്കാളും പാപം പൊറുക്കുന്ന ഒരാളും ഈ ഭൂമിയിലില്ല. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പെട്ടുപോയതാ തമ്പുരാന്. ഈ ദുനിയാവ് ചതിച്ചതാ തമ്പുരാന്. പടച്ചവനെ, നഫ്സന്നെ പിഴപ്പിച്ചതാണ്, ശൈത്താന്റെ ചതിയിൽ പെട്ടുപോയതാണ്. അല്ലാ, എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ. എന്നിട്ടും ചെയ്തത് ധിക്കാരമല്ല. നീ കാണുമെന്നറിയാ. എന്നിട്ടും കള്ളു കുടിച്ചത്, എന്നിട്ടും വ്യഭിചരിച്ചത്, എന്നിട്ടും പലിശ തിന്നത്, എന്നിട്ടും നിസ്കരിക്കാതെ നടന്നത് അഹങ്കാരം കൊണ്ടല്ല റബ്ബേ. പെട്ടുപോയതാ അല്ലാ. എനിക്കൊരവസരം കൂടെ താ അല്ലാ. പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞോ. ഏറ്റു പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലമെന്താ? റസൂലുള്ള പറയുകയാ,
ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ചെയ്തു കൂട്ടിയത് മുഴുവനും ഇന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്നിട്ട് റബ്ബിന്റെ മുന്നിൽ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നിനക്കൊന്ന് കരഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി പറയാ കഴിഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹുവേ 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അവിടുത്തെ അനുയായികള്, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ താബീങ്ങള്, അവിടുത്തെ തബഉ താബീങ്ങള്, അവിടുത്തെ ഇമാമുമാര്, അവിടുത്തെ ഔലിയാക്കന്മാര്, അവിടുത്തെ സയ്യിദന്മാര്, അവിടുത്തെ ആലിമീങ്ങള്, അവിടുത്തെ അല്ലാഹുവേ പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ. നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പുറപ്പ്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, ഇവരുടെ മുന്നിൽ നിനക്ക് നാളെ നിന്ന് നാറേണ്ടി വരില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹസിബൂ ഖബില അൻ തുഹാസബൂ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ ഈ റജബിന്റെ രാത്രി നമുക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് ഏറ്റുപറഞ്ഞ് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഏറ്റുപറഞ്ഞ നാളെ നാറേണ്ടി വരില്ല. ഇന്ന് നീ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്തു പോയത് മുഴുവനും ഏറ്റുപറഞ്ഞിട്ട് നന്നായ നാളെ പരലോകത്ത് നിന്ന് നാറേണ്ടി വരില്ല. ഇല്ലെങ്കിൽ ഇവിടെയും നാറും അവിടെയും നാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് അള്ളാഹിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ട് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആയിക്ക് യാതൊരു കുറവില്ല. എവിടെ നോക്കിയാലും ദുആ. എന്തിനാ ഉസ്താദെ ഇങ്ങനെ ദുആ ചെയ്യണല്ലേ? എവിടെ നോക്കിയാലും ദുആ. പ്രഭാഷണത്തിന് മുമ്പ് ദുആ, ഇടയിൽ ദുആ, ശേഷം ദുആ, പിന്നെ നിസ്കാരത്തിന് മുമ്പ്, നിസ്കാര ശേഷം എല്ലാം ദുആ. ഇപ്പൊ ദുആ വേണോന്നാ എല്ലാരും ചോദിക്കണം. ദുആയുടെ പേരും പറഞ്ഞ അടിയും തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരൻ, ദുആയിക്കൊന്നും ഒരു കുറവുമില്ല. ഉസ്താദെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു, ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യുന്നു, ഖത്ത് ഓതിയിട്ട് ദുആ ചെയ്യുന്നു, മജ്‌ലിസുന്നൂർ നടത്തിയിട്ട് ദുആ ചെയ്യുന്നു, വഅദിന്റെ സദസ്സിൽ ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ മറുപടി ഒന്നും കിട്ടുന്നില്ല. എല്ലാവരും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, പക്ഷെ ഉത്തരം കിട്ടുന്നില്ല. അതിന് കാരണം അല്ലാഹനെ കുറ്റപ്പെടുത്തണ്ട. നീ ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല എങ്കിൽ അല്ലാഹനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, നീ നിന്നെ കുറ്റപ്പെടുത്ത. നീ ചോദിക്കുന്ന കാര്യം അല്ലാഹ് കേൾക്കണില്ല. അതന്നെ. നീ ഇത്രയും കാലം കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഈ ദുആ ചെയ്യുന്നത് അല്ലാഹ് കേട്ടാലല്ലേ ഉത്തരം തരൂ. ഒരു മനുഷ്യന്റെ ചോദിക്കുന്ന കാര്യം കേട്ടാലല്ലേ ഉത്തരം. നീ ചോദിക്കണത് അല്ലാഹ് കേൾക്കണില്ല. അതന്നെ. എല്ലാവരും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ദുആ ചെയ്ത വെറുതെ ഒന്നും സ്വീകരിക്കൂല. എങ്ങാതി നിനക്ക് തോന്നുന്നുണ്ടോ വെറുതെ ഇങ്ങനെ നടന്ന് വിളിച്ചു പോയാ കേൾക്കുമെന്ന്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങൾ പാലിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ബക്കറ്റ് പിരിവിന് സമയമായി? അവിടെ അങ്ങനെ ഇരുന്ന് വഴുതൊക്കെ അങ്ങാതി ബക്കറ്റൊക്കെ എടുത്ത് കള പോയിരുന്ന് വഴുതൊക്കെ. സ്വന്തം കാര്യം നോക്കാതെയും പള്ളിക്കൂടി പോകേണ്ടതല്ലേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറങ്ങി ഓടും. അതുകൊണ്ട് പേടിച്ചിട്ടാ, വേറൊന്നുമല്ലട്ടാ. ബക്കറ്റ് എടുക്കുമ്പോ ഇറങ്ങി ഓടാൻ ചില ബിരുദന്മാരുണ്ട്. അളിയനോട് പറയും ബക്കറ്റ് എടുക്കുമ്പോ മുങ്ങിയേക്കാം. ചിലര് പിരിവ് തുടങ്ങുമ്പോ മുങ്ങിയേക്കാം. ചിലര് ദുആയ്ക്ക് എഴുന്നേക്കുമ്പോ മുങ്ങാം. പിന്നെ ചിലര് അവസാനം വരെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവസാനം വരെയുള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഫാനം തിരിച്ചു നോക്കോപ്പാ. പരലോകത്തിൽ നിന്ന് ഉരുകേണ്ടതല്ലേ. ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വെറുതെ സ്വീകരിക്കൂല. ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ 6 നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്യണം. എങ്കിലേ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ 6 കാര്യം എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ 10:35. ഇനി ആകെയുള്ളത് എത്ര സമയം? ഇനി ആകെ ഉള്ളത് 55 മിനിറ്റ് ഉണ്ട്. ഈ 55 മിനിറ്റ് കൊണ്ട് ഞാൻ തലകുത്തി കടന്നാൽ ഈ 6 എണ്ണം പറയാൻ പറ്റൂല. എങ്കിലും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ ബോറടിച്ച മുഖത്ത് കണ്ടിട്ട് മടുത്തു തുടങ്ങിയ പറ മനുഷ്യന്മാരെ, നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്.
എല്ലാരും അവരുടെ കസേര ഇങ്ങോട്ട് കയറ്റിയിട്ടെ, ഒന്ന് ഫ്രണ്ടിലോട്ട് വാ, നിങ്ങളെ എനിക്കൊന്ന് കാണാനാ, ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിക്കെ. ഈ കടക്കണ കസേര വാപ്പ നിങ്ങൾക്കുള്ളത്, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ കസേര എടുത്തോണ്ട് ഫ്രണ്ടിലോട്ട് വാ. എല്ലാരും ഇങ്ങോട്ട് കയറിക്കെ, ഇങ്ങോട്ട് കയറിക്കോ. അപ്പൻ അതെടുത്തോ, ഈ ഫ്രണ്ടിൽ കിടക്കണ കസേര തന്നെ എടുത്തോ, നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരുന്നാ മതി ധൈര്യമായിട്ട്. ഒരുപാട് എടുത്തിരിക്കണ്ട, പ്രാണികൾ കയറിക്കളെ. മൈക്ക് സെറ്റുകാരന്റെ വയറൊന്നും നശിപ്പിച്ചു കളയില്ല. എല്ലാം ഇങ്ങോട്ട് വാ കേറ്. അകന്നകന്നകല്ല, അടുത്തടുത്തിരിക്ക്, ഇടയിൽ സ്ഥലമൊന്നും വേണ്ട, എല്ലാരും ഇങ്ങോട്ട് കേറ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്. എല്ലാരും ഒന്ന് കാണാനാ. ഇനിയിപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ ഒന്ന് കാണാൻ വേണ്ടിയാ. താത്തമാരൊക്കെ നിങ്ങൾ ഇരുന്നോപ്പാ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്തിരിക്കട്ടാ. പെണ്ണുങ്ങൾ കഴിയെങ്കിൽ ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാരും അവനവന്റെ കാര്യം നോക്കിക്കോ. സ്ത്രീയും വെച്ചു കൊടുത്തിട്ടുണ്ടില്ലേ, ചുമ്മാ അല്ല, എല്ലാം അതിന്റെ ഓട്ടി. 6 അടി നീളത്തി ഇവിടെ നിൽക്കുന്നു, കണ്ണിന് കാഴ്ചയില്ലേ, ഇവിടെ കണ്ടാ പോരെ, എന്തിനാ അവിടെ നോക്കിയിരിക്കണം. ഇൻഷാ അല്ലാഹ്. അങ്ങോട്ട് കണ്ടാ ഇത്രയും പേരുണ്ടായിരുന്ന പഠിച്ചാന്. ഇരുന്ന് പറഞ്ഞാലോ എന്നാലോചിക്കാം. മൈക്ക് സെറ്റുകാരാ ഇരുന്ന് പറയാൻ പറ്റുമോ? വേണ്ട, പരലോകത്ത് നിൽക്കേണ്ടി വരുമല്ലോ, അവിടെ രക്ഷപ്പെട്ടാലോ. ശരി, ഇരി. ഇങ്ങോട്ട് ഇറങ്ങി ഓടുന്നു കുറച്ചെണ്ണം. ഇങ്ങോട്ട് വാടാ ചങ്ങായിമാരെ, സ്വർഗത്തിൽ വാ, മുന്നോട്ട് വാ, അടുത്ത് വാ. എല്ലാ ഇലക്ഷന്റെ പ്രചരണത്തിലാ. ആര് ജയിക്കും ആര് തോക്കും, ആര് വേണം ജയിക്കട്ടെ. ഇപ്പൊ എല്ലാരും ഇലക്ഷനിൽ ആര് ജയിക്കും ഇല്ലേ? ആര് ജയിച്ചാലും നിനക്കെന്താ, നീ തോക്കാതിരുന്നാ മതി. അള്ളാഹു അതല്ലേ ഉണ്ട്. എല്ലാരും ഇലക്ഷനിൽ ആര് ജയിക്കും, പാർട്ടിയുടെ സർവേ ഒക്കെ നടക്കണേ. എടാ, ആര് ജയിച്ചാലും നിനക്കൊന്നുമില്ല, അസ്രായേൽ വരും. ആര് ജയിച്ചാലും വരും. നീ പള്ളിക്കുഴി പോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നീ ജയിക്കുക നോക്ക്, അത്രേ ഉള്ളൂ. നീ ജയിക്കണം. എപ്പോഴും നിന്റെ റൂഹ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നീ ജയിച്ച്, ഇല്ലെങ്കിൽ നീ തോറ്റുപോയി. അള്ളാഹു ജയിക്കുന്നവരിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ആ കസേരയിൽ ഇരുന്നു. ഇത്രയും പേരുണ്ട്, അൽഹംദുലില്ലാഹ്. ഉണ്ടോ കുറച്ച് കസേര ഉണ്ടാ, മലക്കൾ ഇരിക്കുന്നുണ്ടാ പുറകില്. ഒന്ന് തിരിഞ്ഞു നോക്കിയ കാര്യം വരെ, മലക്കൾ ഇരിക്കുന്നുണ്ടാ പുറകില്. അതണ്ട, അത്രയും കസേര ഇടയിൽ വെറുതെ കിടന്നേ. ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വെറുതെ ചോദിച്ചാ പോരാ. 6 നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ മനുഷ്യന്റെ ദുആയിന് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒന്നാമത്തെ കാര്യം എന്താണ്? പഠിച്ചോ. എത്രയോ കാലം കൊണ്ട് ദുആ ചെയ്യുന്നു, ഉസ്താദേ എന്റെ ദുആയിക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ദുആ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ മാനദണ്ഡം എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഒരു മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, ഒരു മനുഷ്യന്റെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? തൗബതൻ നസൂഹാ. നിന്റെ ദുആയിക്ക് ഇഖ്ലാസ് വേണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വെറുതെ ദുആ ചെയ്താ പോരാ, വെറുതെ കിടന്ന് ദുആ ചെയ്താ പോരാ. ആ ചെയ്യുന്ന ദുആയിൽ ഇഖ്ലാസ് ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. ഇതറിയില്ല എന്താ? എന്റെ പ്രിയമുള്ളവരെ, ദുആയിക്ക് ഒരു കുറവില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് ദുആ ചെയ്യാ. ദുആ എന്ന് പറഞ്ഞാൽ ചെറിയ ദുആ ഒന്നുമല്ല, വിളിച്ചു കൂവാ, അല്ലോ അല്ലോ. കണ്ടിട്ടില്ലേ ചില ദുആ? ചിലരുടെ ദുആ കണ്ട വല്ലാത്ത ദുആ, വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യാ. ഈ വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്തവനോട് അള്ളാന്റെ റസൂല് വെച്ച് എന്തെന്നറിയോ? അല്ല ചങ്ങാതി, നീ ആരെയാ വിളിക്കണേ? നീ വിളിക്കണ അള്ളാഹിക്ക് ചെവി കേൾക്കൂടാ, കടന്നു കൂവണ്ട. കടന്ന് വിളിച്ചു കൂവിയിട്ട് പൊട്ടി ഇങ്ങനെ കരഞ്ഞു വിളിച്ചോണ്ട് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനോട് മുത്തുനബി പറഞ്ഞത്, നീ വിളിക്കണ അല്ലാഹ്ക്ക് ചെവിയും കേൾക്കും കണ്ണും കാണും, അന്ധനൊന്നും അല്ല അല്ലാഹ്. നീ ഇങ്ങനെ കടന്ന് വിളിച്ചു കൂവണ്ട. ഇങ്ങനെ വിളിച്ചു കൂവിയ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കടന്ന് വിളിച്ചു കൂവിയിട്ട് നാട്ടുകാർ മുഴുവനും കേൾക്കണം, അയൽവാസി വരെ കേൾക്കണം, ഇവിടെ വലിയ ദുആയാന്ന്. എന്തോ ഈമാനപ്പോൾ എന്താ ഇഖ്ലാസ? ഇപ്പൊ സദസ്സിൽ തന്നെ ദുആ ചെയ്യും. ചില ആൾക്കാർ നമ്മുടെ കൂടെ വരും. നമ്മൾ ദുആ ചെയ്യുമ്പോ ഓന്റെ പേര് പ്രത്യേകം എടുത്ത് പറയണം, ഇല്ലെങ്കിൽ പറ്റൂല.
അവന്റെ പേരെടുത്ത് വെച്ച് ദുആ ചെയ്യണം. അപ്പൊ ഈ ദുആ ചെയ്യണം നമ്മൾ എന്താ ഇഖ്ലാസ്, ഇവന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും വിചാരിക്കുമെന്ന് ഭയന്നിട്ട് അപ്പോഴും ദുആ ചെയ്യുമ്പോ എന്ത് ഇഖ്ലാസ് മനുഷ്യന്മാരെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർക്കും ഈ ഇഖ്ലാസില്ല, ഈമാനില്ല, ചുമ്മാതെ കിടന്നിട്ട്. അതുകൊണ്ടാ പറഞ്ഞത് ഒരുപാട് ശബ്ദം ഉയർത്തിയിട്ടും ദുആ ചെയ്യാൻ പാടില്ല, എന്നാ ശബ്ദം താഴ്ത്തിയിട്ടും മനസ്സിലും ദുആ ചെയ്യാൻ പാടില്ല, എന്നാൽ ഇഖ്ലാസ് പോയി. മനസ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അല്ലാഹ് പുറത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴും ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാ പറഞ്ഞത് രണ്ടിന്റെയും മധ്യമായ രീതിയിൽ. അതുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ, ഇന്ന് പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് അല്ലോ പടച്ചോനെ നരകത്തിന് കാക്കണേ അല്ലാ, പാവം പൊറുക്കണേ അല്ലാ, ഉസ്താദ് നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്യണേ, പുറകിരിക്കണമെന്ന് സദ്യ എണ്ണ. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോ സദ്യ തിന്നാനിരിക്കുക, ചമ്മണം കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക. എടാ നേരെ ചൊവ്വ കൈ പിടിക്കാൻ സമയമുണ്ടോ? നിങ്ങൾ ആലോചിക്കുക. ഉസ്താദന്മാരൊക്കെ പള്ളിക്കകത്തിരുന്ന് ദുആ ചെയ്യുമ്പോ, സ്വന്തം വാപ്പ മരിച്ചിട്ട് 3-ന്റെ അന്ന് ദുആ ചെയ്യുമ്പോ എത്ര പേര് ഇങ്ങനെ കൈ പിടിക്കണ? ഇങ്ങനെ ദുആ ചെയ്യുമ്പോ കൈ പിടിക്കണോന്നാ? അള്ളാന്റെ മുന്നിൽ യാചിക്കുന്നവനെ പോലെ ഇങ്ങനെ നിക്കണോന്നാ? നീ നിക്കോ? എങ്ങനെ കൈ? ബിരിയാണി തിന്നായിരിക്കുന്ന പോലെ ഇങ്ങോട്ട് ഇരുന്നിട്ട്, ചിലതൊക്കെ പോയിട്ട് ഫർദ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയെ കൊണ്ടുപോയി ഭിത്തിയുടെ ചാരിയിട്ടിരിക്കുക, കടപ്പുറത്ത് കിടക്കണ പോലെ, എന്ത് ബീച്ചുകളിൽ കിടക്കണ പോലെ കാലും കയ്യും നീട്ടിട്ട് ഒരു കിടപ്പ്, ഒരു ദിക്ർ പറയാൻ. പള്ളിയിൽ ഉസ്താദന്മാര് ദുആ ചെയ്യുമ്പോ നേരെ ഇങ്ങനെ കൈപിടിക്കുന്നവരുണ്ട്, നേരെ അള്ളാന്റെ മുന്നിൽ യാചിക്കുന്നവനെ പോലെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒന്ന് കൈപിടിച്ചിട്ട് ആമീൻ പറയണ എത്ര പേരാ ഉള്ളേ? പള്ളിക്കകത്ത് പടച്ചോനെ ഇമാമ് ദുആ ചെയ്യുമ്പോ ആമീന്റെ ശബ്ദമില്ല, ഇമാമിന് തന്നെ പണ്ടാരവും നിർത്തിയാൽ മതി തോന്നും. കാരണം അതില്ല. എന്നാ വെളിയിലിറങ്ങിയാലോ ഇവന്റെ ശബ്ദം കേൾക്കണ എന്താ ഇല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഇല്ലാതെ ഒരമലും അല്ലാഹു സ്വീകരിക്കില്ല, നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. അതിന് ഒരുപാടൊന്നും ദുആ ചെയ്യണമെന്നൊന്നുമില്ല. നീ ഒരുപാട് കടന്ന് വിളിച്ചു പോയി ദുആ ചെയ്യണമെന്നില്ല. ചോദിക്കുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാടൊന്നുമില്ല, നിസ്കരിച്ചിട്ടല്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടല്ല, നോമ്പ് പിടിച്ചിട്ടല്ല, സദക്ക കൊടുത്തിട്ടല്ല, ഖുർആൻ ഓതിയിട്ടല്ല, ഇതൊക്കെ ചെയ്തിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇത് വേണ്ട എന്നല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ ചോദിക്കുന്ന വാക്ക് ഒരേ ഒരു വാക്കാണെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 60 വയസ്സുള്ള ഒരു പ്രായം ചെന്ന സ്വഹാബിയുണ്ടല്ലോ. അല്ലാഹുവേ, നേരെ നടക്കാൻ പോലും കഴിയുന്നില്ല, കാലിന് മുടന്തുള്ള അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തിനാ കരയുന്നത്? നബിയേ, എന്റെ മക്കൾ യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കുന്നില്ല, എനിക്ക് യുദ്ധത്തിന് പോകണം നബിയേ, ഉഹദിന്റെ രണാങ്കണത്തിൽ എനിക്ക് കടന്നു പോകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായില്ലേ? വാപ്പാ 60 വയസ്സുണ്ട്, അത് മാത്രമല്ല വികലാംഗനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധം ചെയ്യൽ നിർബന്ധമില്ലല്ലോ. ആ സ്വഹാബി പറഞ്ഞു, ഇല്ല നബിയേ, എനിക്ക് യുദ്ധത്തിന് പോകണം നബിയേ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യുദ്ധം ചെയ്യാനുള്ള അനുവാദം കൊടുത്തു. 60 വയസ്സുള്ള ആ പ്രായം ചെന്ന് നേരെ നടക്കാൻ കഴിയാത്ത കാലിന് മുടന്തുള്ള സ്വഹാബി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടക്കുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നിട്ട് പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് 2 കൈയുമൊന്ന് ഉയർത്തി. എന്നിട്ട് റബ്ബിനോട് ചോദിച്ചത് ഒരേ ഒരു വാക്ക്, ഒരേ ഒരു വാക്കാട്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് 2 കരങ്ങളും ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ റുസ്ഖ്നാ ഷഹാദാ. അല്ലാഹുവേ, ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. വാപ്പാ ഒരേ ഒരു വാക്കേ ചോദിച്ചുള്ളൂ. അവിടുന്ന് ജനാസയാ കൊണ്ടുപോയത്. ഉഹദിന്റെ രണാ
രണാങ്കണത്തിൽ നിന്ന് ജനാസയാ കൊണ്ടുപോയത്. ചോദിച്ചത് ഒരേ ഒരു വാക്ക്, അല്ലാഹുമ്മ റിസ്ഖ്നി ഷഹാദ, എനിക്ക് ഷഹീദാകാൻ ഭാഗ്യം തരണേ അല്ലാ. ആ ചോദിച്ചതിൽ ഈമാൻ ഉണ്ടായിരുന്നു, ആ ചോദിച്ചതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു, ആ ചോദിച്ചതിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതിനുള്ള ഉത്തരം അല്ലാഹു അപ്പം തന്നെ കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നവരാ. ദുആയ്ക്കൊരു കുറവുമില്ല, പക്ഷേ ഉത്തരം കിട്ടുന്നില്ല. അല്ലാഹുവേ പടച്ചവനെ, ദുആ ചെയ്യണം ചെറുപ്പക്കാരാ, ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യണമടാ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാരും ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ഭാര്യയും ഭർത്താവും ദുആ ചെയ്യണം, വാപ്പയും ഭാര്യയും മക്കളും കൂടെ ദുആ ചെയ്യണം, വാപ്പയും സഹോദരങ്ങളും കൂടെ ദുആ ചെയ്യണം. എന്തിനു കൂട്ടുകാരിരുന്ന് ദുആ ചെയ്യണം? ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മുഴുവനും കൂട്ടുകാര് നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, പാതിരാത്രി വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ ഒരു കൂട്ടുകാരൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു സ്വഹാബി തന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നതല്ലോ. കിടന്നുറങ്ങുന്നവനെ പാതിരാത്രി വിളിച്ചിറക്കുകയാണ്. കള്ളു കുടിക്കാനായിരുന്നില്ലോ, വ്യഭിചരിക്കാനായിരുന്നില്ലോ, മോനെ ഏതെങ്കിലും വൃത്തികേടുകൾ ചെയ്യാനായിരുന്നില്ല. വീടിന്റെ അകത്ത് കിടക്കുന്ന കൂട്ടുകാരനെ വിളിച്ചിറക്കി. രണ്ടുപേരും കൂടെ ഉളുവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് പാതിരാത്രി പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് 2 പേരും കൂടെ നിസ്കാരപ്പായിലിരുന്നു. എന്നിട്ട് പറയുന്നു, കൂട്ടുകാരാ, ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാൻ പോവുകയാണ്, ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യാൻ പോകുകയാ. നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നീ ഇഖ്ലാസോട് കൂടി ആമീൻ പറയടൂ. എന്നിട്ട് ആ കൂട്ടുകാരൻ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, നാളെ യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരായി തരണേ അല്ലാ. അവൻ എന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ, എന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ, എന്റെ ചെവി മുറിച്ചു മാറ്റണേ അല്ലാ, എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. 2 പേരും കൂടെ രാത്രി ഇരുന്ന് ദുആ ചെയ്ത് കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് പിരിയുകയാണ്. അവസാനം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. എന്തിനാ ഓടുന്നതെന്നറിയുമോ? യുദ്ധക്കളത്തിലൂടെ എന്തോ തിരഞ്ഞു നടക്കുകയാണ്. എന്തിനാണ് ഓടുന്നതെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഇന്നലെ രാത്രി തന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനോട് ദുആ ചെയ്തല്ലോ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചോ എന്നറിയാനാ. ചെന്ന് നോക്കുമ്പോ മരണത്തോട് മല്ലടിച്ച് കൊണ്ട് കിടക്കുകയാണ്. അവിടത്തെ കാല് മുറിച്ചിട്ടുണ്ട്, അവിടത്തെ കൈവെട്ടി മുറിച്ചിട്ടുണ്ട്, അവിടത്തെ ചെവി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിച്ചല്ലോ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, വെറുതെ കരഞ്ഞാ പോരാ, വെറുതെ ചോദിച്ചാ പോരാ. അല്ലാഹുവാണ് പറയുന്നത്, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഇഖ്ലാസോടുകൂടി നീ അല്ലാഹുവിനോട് തൗബ ചെയ്യൂ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീൻ. എല്ലാ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണമെന്നാ മുത്തുനബി പറയുന്നുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണോ? അത് കഅബ
കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടാകട്ടെ, ഹജറുൽ അസ്വദിന്റെ ചുംബിച്ചിട്ടാകട്ടെ, അല്ലാഹുവേ മഖാമി ഇബ്രാഹിമിന്റെ മുന്നിലാകട്ടെ, ഹിജ്ർ ഇസ്മായിലിന്റെ അകത്താകട്ടെ, സ്വർണ്ണപാത്തിയുടെ താഴെയാകട്ടെ, സംസം വെള്ളം കുടിച്ചിട്ടാകട്ടെ, സഫയിലും മർവയിലുമാകട്ടെ, പുണ്യനബിയുടെ റൗള ശരീഫിന്റെ മുറ്റത്താകട്ടെ, മഹാന്മാരുടെ ഖബറിന്റെ മുന്നിലാകട്ടെ, മജ്ലിസിൻ നൂർ നടത്തിയിട്ടാകട്ടെ, സലാത്ത് പറഞ്ഞിട്ടാകട്ടെ, എപ്പോഴെവിടെ വെച്ചാണെങ്കിലും നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഇഖ്ലാസ് വേണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം